മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മറ്റന്മാരുടെ കൂടെ സ്വതപ്പം നമ്മളിന്നുണ്ടായിട്ടുള്ള ചെയ്യുന്ന ബൈക്ക് കഴിഞ്ഞിട്ട് മറ്റൊരു ഗെയിം പ്ലേ ഇടുകയാണ്. അപ്പോൾ നമ്മളെ കൂട്ടുകാരൻ്റെ അടുത്ത് നമ്മളിന്ന് കുറച്ച് കാര്യങ്ങളും തന്നെ പറയാനായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ വിശദമായിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ആരെ വണ്ടിയാണെന്നറിയാമോ ഗൈസ്? ഇതൊരു ഇപ്പോൾ ഈ കത്തിക്കൊണ്ടിരുന്ന ഈ ഭസ്മമായി പോയ ഈ കാറേ നമുക്ക് ആ ഒരു ഷോറൂം നമുക്ക് തന്നല്ലോ, അയാളെ വണ്ടിയാണ് ഗൈസ്. അയാൾ എന്തിനാണ് നമ്മളങ്ങനെ ചെയ്തതെന്നറിയാമോ? അയാളടുത്തുള്ള പക വീട്ടാൻ. അയാൾ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിൻ്റെ ഷോറൂമിൻ്റെ അത് ഞാൻ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നിൻ്റെ ഷോറൂമിൻ്റെ അത് ഞാൻ പുതിയ വണ്ടികൾ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. എന്തുകൊണ്ടോ നിന്നെ ഞാൻ കൊന്നു കളയും. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അവിടെ നിന്നോ, വേണമെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയൊരു ഷോക്കാണ് ഗൈസ് ഉണ്ടായിരുന്നത്. കാരണം നമ്മളെ കയ്യിൽ പോലും ഇല്ലാത്ത വണ്ടി ആ ഷോറൂമിൻ്റെ അകത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ പുള്ളിക്കാരനെ രാത്രി വെച്ച് നമുക്കൊന്ന് തട്ടണം. തട്ടിയിട്ട് നമുക്ക് പയ്യെ പോയി പുള്ളിക്കാരൻ തട്ടുമ്പോഴത്തേക്ക് എന്തായാലും പോലീസന്മാർ വരും ഗൈസ്. പുള്ളിക്കാരൻ നൈറ്റ് വാക്കിനൊക്കെ ഇറങ്ങും. അപ്പോഴത്തേക്കും ഷോറൂമിൻ്റെ മുമ്പിൽ കൂടെ നൈറ്റ് വാക്കിന് പുള്ളിക്കാരൻ ഇറങ്ങും. കാരണം നമ്മളടുത്ത് വെല്ലുവിളിച്ചൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ കൊല്ലുകയും ചെയ്യും, പോലീസന്മാർ വരികയും ചെയ്യും ഗൈസ്. എന്നിട്ട് നമുക്ക് ആ പോലീസന്മാരെ മുഴുവൻ നമുക്കങ്ങ് തകർത്ത് തീർത്ത് കളയണം ഗൈസ്. കാരണം അവന്മാരിൽ ഒരുത്തനും അതിൻ്റെ കൂടെ തന്നെ വരും ഗൈസ്. ഇപ്പോൾ അയാളെ കൂടെയാണ് അവന്മാരിൽ ഒരുത്തൻ. ഇയാളൊക്കെ ഇത് മുമ്പേ കരുതിക്കൂട്ടി ചെയ്തതാണ്. ഇതാരും അയാൾ കരുതിക്കൂട്ടി ചെയ്തതാണ് അയാളെ ശത്രുതയ്ക്ക്. നമ്മൾ ആ പോലീസിനെ നാളെ കൊന്നുകൊണ്ട് അതിൻ്റെ ശത്രുതയ്ക്ക് വേണ്ടിയിട്ട് പോലീസന്മാർ തന്നെ വേറൊരു രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ അയാളെ ആ ഒരു താറ് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അയാളെ ഇന്ന് വാങ്ങിച്ച താറ്. ഞാൻ പുതിയ താറ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ എനിക്ക് തന്ന ഷോറൂമിൻ്റെ എല്ലാ പേപ്പേഴ്സും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കാണിച്ച് തെളിവായിട്ട് നമ്മൾ ആ പേപ്പർ ഇത് എൻ്റെ ഷോറൂമല്ലേ സാറേ, അപ്പോൾ എനിക്കത് ചെയ്യാൻ വേണ്ടി അങ്ങനെ തോന്നുന്നത് എൻ്റെ ഷോറൂമല്ലേ, ഇതാണെന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ വണ്ടികളും കാര്യം തന്നെ കാണാൻ വേണ്ടി തന്നെ പോകണം ഗൈസ്. അയാൾ നമ്മളെ വെല്ലുവിളിച്ച് ഗൈസ്. അയാളെ കൊല്ലണം. അയാളെ വണ്ടി നമ്മൾ കത്തിച്ചിട്ടുണ്ട്. ഇനി അയാളെ കൊല്ലണം. അയാളെ കൊന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളല്ലോ. റൈഡർ കണ്ണാപ്പിയാണ് ഗൈസ്. നമ്മൾ ഇന്നാണ് ഗൈസ് നമ്മളില്ല റൈഡർ ഗൈസ്. നമ്മൾ കവാസാക്കി നിഞ്ചയാണ് ഗൈസ്. നമ്മളെ കവാസാക്കി സാക്കി എന്നാണ് ഗൈസ് നമ്മൾ ഇരട്ട പേരിട്ടേക്കുന്ന. ഒരു സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്ത് വയ്ക്കാം. നമുക്ക് സാക്കിയും കൊണ്ടുവിടുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ഞാൻ എനിക്കൊരു ഇരട്ട പേരിട്ടിട്ടുണ്ട്, സാക്കി, കവാസാക്കിയുടെ സാക്കി. നമ്മൾ ഈ വണ്ടികളുമായിട്ട് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബ് അടിക്കുക. നമ്മളൊരു ബുഗാട്ടി വീട്ടിൽ ഡിഫൻഡറോടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ തീയൊരു വണ്ടിയിലാണ് കിടക്കുന്നത്. നമുക്ക് ഈ വണ്ടിക്ക് കാര്യം തന്നെ ഇയാൾ ഇതിന് ചേർന്ന ഹെൽമെറ്റാണ് ഈ വെച്ചിട്ടുള്ളത്. വണ്ടി ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് മാസ്ക് ഇട്ടുകൊണ്ടൊന്ന് പോവാം. പുതിയ ക്യാമറയൊക്കെ ഇയാൾ വെച്ചിട്ടുണ്ട് ഗൈസ്. ആ ക്യാമറയുടെ പൈസയും കൂടെ നമ്മളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അയാളെ ക്യാമറ ഇപ്പോൾ ഹാക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ കൂട്ടുകാരനാണ്. നമ്മളെന്തായാലും ഇവിടെ അതൊക്കെ നമ്മൾ പോലീസന്മാരെയും കൂടെ നമ്മൾ കൊല്ലുമല്ലോ ഗൈസ്. ഇതിൻ്റെ പേരിലൊരു കേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ പോലീസന്മാരെയും കൂടെ നമ്മൾ കൊല്ലും. അപ്പോൾ 2 കേസും കൂടെ ഒരുമിച്ചൊരു കേസാവുമല്ലോ. അപ്പോൾ ആ കേസ് ഒരുമിച്ചൊരു കേസായി അത് ഒരു മാസമായിട്ടേ തീരത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു കൂട്ടുകാരനായുള്ള ഒരു കൂട്ടുകാരുണ്ട് ഗൈസ്. എനിക്കൊരു വക്കീൽ കൂട്ടുകാരൻ അങ്ങനെ അവൻ പറഞ്ഞിട്ടുള്ളത് നല്ല പിടച്ചിട്ട് വണ്ടിയാണ്. ഇപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കയ്യിലില്ലാത്ത വണ്ടികളാണെന്ന് പറഞ്ഞാൽ. പൈസ ഇവിടെ ഒരു ഫെറാറി സ്പൈഡർ കിടപ്പുണ്ട് ഗൈസ്. അത് നല്ല സീന ഐറ്റം ഗൈസ്, റെഡ് അഡിഷൻ. പിന്നെ ഒരു മസ്താങ്ങിൻ്റെ GTO അല്ലല്ലേ, നല്ല മസ്താങ്ക്, നമ്മളെ ഫോർഡിൻ്റെ മസ്താങ്ക് മസിൽ കാർ ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൂപ്ര MK5 ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇയാൾ ഇതൊക്കെയാണല്ലേ കൊണ്ടുവരാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നൈറ്റ് പോയിട്ട് നമുക്ക് വരണം ഗൈസ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കാനും കൂടെ നിങ്ങൾ മറക്കല്ലേ ഗൈസ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നതല്ലേ ഗൈസ്. അങ്ങനെയാണ്. എന്ത്
നമ്മൾ വൈസ് ടൗൺ എന്ന് പറയുന്നൊരു സ്ഥലവും കാര്യം തന്നെ എൻ്റെ കൂട്ടുകാരനും കാര്യം തന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ ടൗണിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ മുമ്പേ അങ്ങോട്ട് പോയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാൻ 3 വർഷം അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ 3 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുള്ളതാണ് അവിടെ. ആദ്യം ഞാൻ ലോസ് ആഞ്ചലസിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ എനിക്ക് കുറച്ച് കൂട്ടുകാരന്മാരെയൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയൊക്കെയാണ് ഗൈസ് കഥകളൊക്കെ. കൂടെ ആദ്യം എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. കാരണം ഞാൻ ലോസ് ആഞ്ചലസിൽ നിന്ന് വന്നതല്ലേ. എനിക്കിവിടെ ഈ ക്യാരക്ടറിന് അത്ര ഫുഡൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു. ഈ ക്യാരക്ടർ എപ്പോഴും ഛർദ്ദിക്കുമായിരുന്നു ഗൈസ് പണ്ടൊക്കെ. ഇപ്പോഴാണ് ദോശയൊക്കെ ഈ ക്യാരക്ടർ കഴിച്ചു തുടങ്ങി. ഞാൻ പണ്ട് തൊട്ടേ ഞാൻ സാമ്പാറൊക്കെ കഴിച്ചു തുടങ്ങണമെന്ന് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഞാനാണ് എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത്. ഇതാണ് കേരളയുടെ ഫുഡ് അല്ലേടാ? അതെ. കവാസാക്കി ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. സാക്കി ഇവിടെ നിന്ന് വരുന്നില്ല. സാക്കിർ ആയാലും സാക്കിർ ഹുസൈൻ ആയാലും കവാസാക്കി കേരള അല്ല. സാക്കി നമ്മളിത് എടുത്തിട്ടുണ്ട്. ഈ കവാസാക്കി നമ്മളിത് എടുത്ത് കയറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ കയറണ്ട. നമ്മൾ എന്തായാലും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വരത്തുള്ളൂ. നമുക്ക് ഈ വണ്ടിയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഇന്ന് രാത്രി തന്നെ ആ വണ്ടികളും കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പറഞ്ഞേക്കാം ഗൈസ്. ഇതിലൊരു ഡിഫൻഡർ ഉണ്ട് ഗൈസ്. നല്ല സൂപ്പർ ഡിഫൻഡറാണ്. നൈറ്റായിട്ട് ഇപ്പോൾ എത്ര മണിയായി? വൈകിട്ടായതേ ഉള്ളൂ. കുറച്ച് നൈറ്റായിട്ട് വൈകിട്ട് പോലും ആയിട്ട് നമ്മളെ കവാസാക്കിയൊക്കെ നമ്മളടുത്ത് പുറത്തോട്ട് ഇതിലുണ്ട്. ഒരു മഴയൊക്കെ പെയ്ത് തോന്നാതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വണ്ടി എടുത്തുകൊണ്ട് പോകണം ഗൈസ്? നമുക്ക് ഈ വണ്ടിയും കാര്യം തന്നെ നമുക്ക് നൈസായിട്ട് തന്നെ അങ്ങ് എടുക്കാം. നമുക്ക് ഈ വണ്ടിയും കൊണ്ട് നമുക്ക് പയ്യെ നമ്മളെ പുള്ളിക്കാരൻ്റെ വീട്ടോട്ടും കാര്യം തന്നെ പോവാം. അത് പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് നമ്മുടെ പുള്ളിക്കാരൻ്റെ ഷോറൂമിലോട്ട് നമുക്ക് പോയേക്കാം. ഇപ്പോഴൊന്നും പുള്ളിക്കാരൻ അവിടെ എത്തത്തില്ല. ഇപ്പോൾ 8:30 ആയിട്ടേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത്. അപ്പോൾ പുള്ളിക്കാരൻ 9 മണിക്കാണ് അങ്ങോട്ടോട്ട് എത്തുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ 2 വണ്ടി നമ്മൾ മോഷ്ടിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇവിടെ എത്തും ഗൈസ്. അവിടെ ഒരു വണ്ടി ഇരുന്ന് കത്തുന്നുണ്ട് ഗൈസ്. അതിൻ്റെ അകത്തൊരു ബോഡി ഉണ്ട് ഗൈസ്. ഇത് ആരാണെന്ന് അറിയത്തില്ല ഗൈസ്. ഇത് അയാളെ മകനാണ് ഗൈസ്. പിന്നെ കേട്ട് നോക്കാം. നീ ഇതിൻ്റെ അകത്ത് നിന്ന് കിടന്ന് മരിച്ചോണം. നിന്നെ രക്ഷിക്കാൻ ആരും വരത്തില്ല. ഗൈസ് അയാളെ മകൻ എന്താ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോയിട്ടുണ്ട്. അയാളെ മകനെ നമുക്ക് കൊല്ലണ്ട. അയാളൊക്കെ നാളെ എനിക്ക് ഫസ്റ്റ് തന്നെ മസ്താങ് വേണം ഗൈസ് എടുക്കാൻ. കാരണം എനിക്ക് മസ്താങ് നല്ല ഇഷ്ടപ്പെട്ടൊരു കാറാണ്. കരഞ്ഞോടെ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. മസ്താങ് എടുത്തിട്ടുണ്ട്. പോലീസന്മാരെ അലേർട്ടായാന്ന് ആദ്യത്തെ വണ്ടി എടുത്തതിനാ പോലീസ് അലേർട്ട് ആവത്തില്ലേ സിറ്റിയിൽ. 2 വണ്ടികൾ നമ്മൾ മോഷ്ടിച്ചതിന് എന്തായാലും പോലീസ് ഇവിടെ അലേർട്ട് ആവും. അത് ഉറപ്പാണ്. അതാണ് ഉറപ്പ്. എനിക്ക് ഈ വണ്ടിയും കാര്യം തന്നെ ആരും അറിയാതെ നമുക്ക് പെട്രോൾ പമ്പിലോട്ട് കൊണ്ടുപോയി വെച്ചേക്കാം അമ്മച്ചി. നമ്മളിതാ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ കൂട്ടുകാരൻ്റെ പെട്രോൾ പമ്പാണ്. അവൻ ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പൊക്കോളും. നമ്മൾ പൈസയോട് ഇടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി വിനാസ് എടുക്കാം. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മളെന്താ ചെയ്യും ഗൈസ്? പോലീസ് മഴയത്ത് വരുമോ? വരും. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ വണ്ടി നമ്മൾ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ചീറ്റ് കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് നമുക്ക് പാതി മണിക്കൂർ ഫ്രീ ആയിട്ട് വണ്ടി തരുന്നു. ഫ്രീ ആയിട്ട് പാവങ്ങൾക്കൊക്കെ വണ്ടിയൊക്കെ സ്പീഡിന് തന്നെ ഓട്ടിച്ച് കയറ്റണം. അത് ഇവിടെ ഇപ്പോഴും കിടന്ന് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വണ്ടി എടുക്കാം.
Guys, നമ്മളിവിടെ വണ്ടി എടുത്തപ്പോൾ തന്നെ കുറെ പോലീസുമാരൊന്നും സുപ്രയും കാര്യം തന്നെ ഇടിച്ചിട്ടിട്ടുണ്ട്. സുപ്ര നമുക്ക് വേറെ വരുത്താം ഗൈസ്. അയാളെ സുപ്ര നമുക്ക് അയാളെ കൊല്ലണം ഗൈസ്. ഗൈസ് ഇടിച്ച് മുഴുവൻ തെറിപ്പിച്ച് ഗൈസ്. നമ്മളെ വണ്ടിക്കൊന്നും പറ്റാതെ നോക്കാനിട്ടുള്ളതാണ്. നമുക്ക് സുപ്ര വേണ്ട ഗൈസ്. കാരണം എനിക്ക് പഴയൊരു സുപ്ര എനിക്കുണ്ട്. ആ സുപ്ര എനിക്ക് കളഞ്ഞ് കിട്ടിയതാണ്. അതെനിക്ക് നേരെയാക്കി എടുത്താൽ മതി. ഗൈസ് ഇതെൻ്റെ കൂട്ടുകാരനെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി കൊടുക്കട്ടെ. അവൻ്റെ പെട്രോൾ പമ്പിലോട്ട് പെട്ടെന്ന് പോവാം. അവൻ ഈ വണ്ടിയൊക്കെ അവസാനം കൊണ്ടുവന്നിട്ട് എടുക്കത്തുള്ളൂ. നമുക്ക് അയാളെ പ്രതികാരത്തിൽ നമുക്ക് ആ വണ്ടി അങ്ങ് കത്തിച്ച് കളയാം ഗൈസ്. എന്തൊരു പറയാനോ ഗൈസ്. അയാളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. ഗൈസ് 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 സീനാണ് ഗൈസ്. ഇവനിത് ഇപ്പോൾ അവൻ ട്രക്ക് ഇതോ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഇറങ്ങാം ഗൈസ്. ട്രക്കിൻ്റെ അകത്ത് അമ്മ കൊണ്ടുപോക്കോളും. ഈ പോലീസുമാർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് തടഞ്ഞു കൊടുത്താൽ മാത്രം മതി. നമുക്കൊരു പോലീസ് വണ്ടി എടുത്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം ഗൈസ്. ഇവിടെ കേടാ കൂടുതൽ ആംഗ്യം കാണിക്കാതെ പെട്ടെന്ന് കേറടോ. അവൻ്റെ അമ്മമാരെ ആംഗ്യം. പോലീസ് 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 ഇടിച്ച് നമുക്ക് തെറിപ്പിക്കുക എല്ലാത്തിനും. ഇപ്പം നമുക്ക് അങ്ങനെയും കൂടെ കത്തി ആ വണ്ടിയും കാര്യം തന്നെ എടുത്തിട്ട് നമുക്ക് താർ റോക്സ് എടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് ബുഗാട്ടി എടുത്തുകൊണ്ട് വന്ന് നമുക്ക് കുറച്ച് വാറൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ വാറും എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം കാര്യം തന്നെ എടുക്കും ഗൈസ്. അവിടെ തട്ടണമില്ല. ആദ്യം നമുക്ക് ഈ വണ്ടി പൊട്ടിച്ചങ്ങ് കളയണം. ഈ വരുന്ന വണ്ടികളൊക്കെ നമുക്ക് അയാള് നീ എന്റെ വണ്ടികൾ എടുക്കൂലടാ. അവിടെ മരിയടാ. അവൻ നമ്മൾ കൊന്നിട്ടുണ്ട് സാറേ. എന്റെ പേരിലാണ് അനീതി. ആദ്യ പേരിലാണ് അനീതി എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ നീ കൊണ്ടുപോയി തീരുമാനിക്കാം. അങ്ങനെ വണ്ടി നമ്മളത് തകർത്ത് തരിപ്പണം ആക്കിയിട്ടുണ്ട്. ഓക്കെ നമ്മളെ വീട്ടിൽ നിന്ന് വണ്ടികളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരിക്കും അവർ. നമുക്കിവിടെ ഒരു വലിയൊരു വാറ തന്നെ വേണം ഗൈസ്. ഇല്ലെങ്കിൽ തീരത്തില്ല. ആഹാ ഇവിടെ ഇരിക്കുന്നു മക്കളും. ഹെഡ് അടിക്കണം ഗൈസ്. അവന്തുകൊണ്ട് അതിൻ്റെ അത് കുരുങ്ങി മരിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു തൊലഞ്ഞ വണ്ടി ഇവിടെ വേണ്ട ഗൈസ്. അവന്മാർ ഗവൺമെൻറ്റിൻ്റെ ഒരു വണ്ടി. പോലീസ് 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 പോകുന്നതിൻ്റെ ടാർ ബോക്സ് തന്നെ ഇരിക്കും ഗൈസ്. അത് ഉറപ്പാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് വീട്ടിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ വണ്ടികളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയാം ഗൈസ്. എടാ രാഹുലേ വണ്ടി എടുത്തോണ്ട് പോകണോടാ. ഓക്കേടാ എൻ്റെ വീട്ടിൽ വന്ന് വണ്ടികൾ എടുത്താൽ മതി. ഓ സോഹിത്തിനൊക്കെ വിളിച്ചോ. കുറച്ച് ഗണ്ണും കൂടെ എടുത്തോ. ആവശ്യം വരും. ഇതാ വേറോണിൻ്റെ അകത്തുള്ള കയറിയിട്ടുണ്ട് ബുഗാട്ടി വേറോൺ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്ര പറ്റത്തുള്ളൂ ഗൈസ്. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വരും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ എത്തിയായിരിക്കും എല്ലാവർക്കും. ഗുഡ് ബൈ.